എക്സാം ടിപ്സ് എന്ന പരിപാടിയിൽ ഇന്ന് ചോദ്യം ചോദിക്കാൻ എത്തിയിരിക്കുന്നത് സെൻറ് അലോഷ്യസ് സ്കൂളിലെ ആഡമാണ്. ആഡമിന് എന്തോ എക്സാമിനേഷനെ കുറിച്ച് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ചോദിക്കാനുള്ളത്? നമസ്കാരം സർ. നമസ്കാരം. പൊതുപരീക്ഷ എടുക്കുമ്പോൾ നമ്മുടെ ആശങ്കയും കൂടി വരികയാണ് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ. അപ്പോൾ ഈ ആശങ്കകളെ മറികടക്കുന്നതിന് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ഈ പൊതുപരീക്ഷ എടുക്കുമ്പോൾ ഈ ആശങ്കകൾ കൂടുന്നത് സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ അതിനെയൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ എത്ര നന്നായിട്ട് പരീക്ഷ എഴുതിയാലും കുട്ടികൾക്ക് ഈ ആശങ്ക ഉണ്ടാകും. അറിയുന്ന ഉത്തരം നേരാം വണ്ണം എഴുതാൻ കഴിയുക എന്നുള്ളതാണ്. അതിന് ആത്മവിശ്വാസം ഉണ്ടാകും. ആത്മവിശ്വാസം ഉണ്ടാകാത്തതിൻ്റെ കാര്യം ഈ ആശങ്കയാണ്. അപ്പോൾ ഉത്തരം നമുക്ക് നന്നായിട്ട് എഴുതണമെങ്കിൽ ആത്മവിശ്വാസമാണ് അതിനുള്ള ഉത്തമ ഔഷധമായിട്ടുള്ളത്. അപ്പം ഞാൻ നന്നായിട്ട് എഴുതും. അനാവശ്യമായ ഭീതി ഒന്നും വേണ്ട. അനാവശ്യമായ ഭീതി മനസ്സിലേക്ക് വരുമ്പോഴാണ് ഉള്ളത് മറന്നു പോകുന്നത്, നമുക്ക് ഓർക്കാൻ കഴിയാത്തത്, ടെൻഷൻ കയറി വരുന്നത്. ഈ മറ്റ് പരീക്ഷ എഴുതിയ കുട്ടികളുണ്ട്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളും മറ്റുമൊക്കെ നിങ്ങളുടെ ചേട്ടന്മാരൊക്കെ പരീക്ഷ എഴുതിക്കും. അപ്പോൾ അവരെക്കുറിച്ച് ഒരു ചോദ്യം അവരോട് ചോദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ആദ്യമായി പൊതുപരീക്ഷ എഴുതുന്ന കുട്ടികൾക്കാണ് ഇത്ര ആശങ്ക ഉള്ളത്. അപ്പോൾ എന്തോ ഭയങ്കര ഒരു ഭീകര വസ്തുവായിട്ടാണ് ഈ പരീക്ഷ വരുന്നതിനെ ഈ പുതിയ കുട്ടികൾ കാണുന്നത്. അപ്പോൾ നേരത്തെ പരീക്ഷ എഴുതിയവരോടൊക്കെ ചോദിച്ചാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള നല്ല കാര്യങ്ങളറിയാം. അതെഴുതാം. പിന്നെ പരീക്ഷയുടെ തലേ ദിവസവും അതുപോലെ തന്നെ ഈ അന്ന് പുലർച്ചെയും ഒരുപാട് കാര്യങ്ങൾ വായിക്കാൻ ശ്രമിക്കരുത്. വായിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും ഓർത്തിയത്തില്ല, നമ്മുടെ ടെൻഷൻ വർദ്ധിക്കത്തേ ഉള്ളൂ. അത്തരം കാര്യങ്ങളൊന്നും പഠിക്കില്ല. അന്ന് നമ്മുടെ മനസ്സ് കൂളായിരിക്കുക എന്നുള്ളതാണ് വേണ്ടിയിരിക്കുന്നത്. പിന്നെ ഒന്നുള്ള പരീക്ഷാ ഹാളിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെപ്രാളം ഉണ്ടാകും. ഈ വെപ്രാളം ഉണ്ടായിരിക്കാൻ ഒരു കാര്യം, ഒരു 10-20 മിനിറ്റ് മുമ്പ് നമ്മൾ പരീക്ഷാ ഹാളിലെത്തണം. പരീക്ഷാ ഹാളിലെത്തി അവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ഹാളെ കണ്ടുപിടിച്ച് സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ഈ ടെൻഷനൊക്കെ കുറച്ച് കുറയും. പിന്നെ പരീക്ഷാ ഹാളിൽ നമുക്ക് ഒരുപാട് സംശയം ഉണ്ടാകും. പരീക്ഷാ ഹാളിൽ നമുക്ക് ഇൻവിജിലേറ്ററുണ്ട്. ഇൻവിജിലേറ്റർ എന്ത് കാര്യത്തിനും പറഞ്ഞു തരും. അതുപോലെ തന്നെ ഉള്ളൊരു ആ സംശയങ്ങൾ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുന്നത് ക്രമത്തിലായിരുന്നാൽ നല്ലത്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ക്രമം തെറ്റിച്ചായാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒരിടത്തും അതിൻ്റെ ബാക്കി മറ്റൊരിടത്തും എഴുതിയാൽ അതിന് മാർക്ക് കിട്ടില്ല. ചോദ്യം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയെങ്കിൽ, ചോദ്യത്തിന് ഉത്തരം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയെങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു പേജിൽ ഉത്തരം എഴുതാൻ, 2 പേജിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യത്തിന് 4 പേജ് എഴുതി നേരിച്ചു മാർക്കൊന്നും കിട്ടത്തില്ല. നമ്മുടെ സമയം പോകും. ഇതും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മുടെ ആ സമയക്രമവും അതിൻ്റെ എത്രത്തോളം എഴുതണം എന്നുള്ളതും ഒക്കെ നോക്കണം. അങ്ങനെ ഒരു ചോദ്യവും വിടരുത്. ഒരു ചോദ്യം വിടാതെ എഴുതിയാലാണ് മാർക്ക് കിട്ടുന്നത്. മാർക്ക് എവിടെയെങ്കിലും ഒരു മാർക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് കിട്ടണം. സമയക്രമം പാലിക്കണം. സമയക്രമം പാലിച്ചാൽ ഒരു 5 മിനിറ്റ് സമയം അവസാനം നമുക്ക് കിട്ടണം. ഈ 5 മിനിറ്റ് സമയം നമുക്ക് വളരെ പ്രധാനമാണ്. നമ്മൾ എഴുതിയ തെറ്റുകൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുപോലുള്ളതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാൻ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് സമയം നല്ലവണ്ണം അത് ടൈ ചെയ്യാൻ, നമ്മൾ എഴുതിയ കാര്യങ്ങളതിന് ടൈ ചെയ്യാനും അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി പരീക്ഷ എഴുതി കഴിഞ്ഞു എല്ലാവരും കൂടെ വെളിയിലോട്ടിറങ്ങി ഒരു ചർച്ചയുണ്ട്, നീ അതെന്തെഴുതി, നീ എന്തെഴുതി. ഒരിക്കലും അത്തരം ചർച്ചകൾ വേണ്ട. നമുക്ക് പരീക്ഷകളെല്ലാം കഴിഞ്ഞ് മാത്രമേ ചർച്ചയാവൂ. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ പരീക്ഷയും കുളമായി പോകും. അതുകൊണ്ട് അപ്പോൾ ചർച്ചയ്ക്കൊന്നും പോകണ്ട. നിങ്ങൾ എഴുതിയതെല്ലാം ശരിയെന്ന് വിശ്വസിക്കുക. അടുത്ത പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുക.